ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലൂ സ്റ്റേ വ്ളോഗ്സ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് HR-നെ പറ്റിയാണ്. അതായത് പ്യാരി, നമ്മളുടെ പ്യാരി. എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പറയും. രോഹിത്, HR-നെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അങ്ങനെ താങ്കൾ ചോദിക്കുമ്പോൾ താങ്കൾക്ക് ലീവ് കിട്ടാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ലീവ് എടുക്കാറില്ലടാ. അങ്ങനൊരു വാക്ക് ആദ്യ വർഷം ഇവിടെ ജോലിക്ക് കയറുന്നവര് കേട്ടിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ലീവ് എടുക്കുന്നവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അല്ല, നിന്റെ പ്രശ്നം എന്താ അത് കേൾക്കട്ടെ. HR ലീവ് ചോദിക്കുമ്പോൾ തരാതിരിക്കുന്നു, ഏർലി എക്സിറ്റ് ചോദിക്കുമ്പോൾ വീണ്ടും തരാതിരിക്കുന്നു, പുറത്ത് ചായ കുടിക്കാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ തരാതിരിക്കുന്നു. ബ്ലോഗ് ഉണ്ടാക്കിയാലോ ഇനി കിട്ടത്തേ ഇല്ല. ഇല്ല, ഞാൻ ഇതിനെതിരെ HR-നെതിരെ പ്രതിഷേധിക്കാനാണ് എൻ്റെ തീരുമാനം. കഴിഞ്ഞ ആഴ്ച ഞാൻ ലീവ് ചോദിച്ചിട്ട് HR എനിക്ക് തന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. നോ, പ്രതിഷേധം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഞാൻ പ്രതിഷേധിക്കുന്നതെന്ന് അറിയാമോ രോഹിത്? കരയാൻ പോവല്ലേ? അല്ല, ഒരിക്കലും അല്ല. HR എന്നെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡ് കാണുന്നത്. ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HR-നെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പൊക്കും, എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കും. നോ, ഞാൻ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ HR-ന് ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഇവിടുത്തെ എല്ലാ സ്വിച്ച് ബോർഡുകളിലും ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. ഇത് പിടിക്ക്, കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നത്. HR-ന്റെ ഫോട്ടോ ആണ് ഇനി മുതൽ എല്ലാ പവർ പ്ലഗിലും ഉണ്ടാകാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ലുക്ക് അറ്റ് ദിസ്. ഇത് പ്യാരി പ്ലഗ്. HR-നെ കുറിച്ച് എന്താണ് അഭിപ്രായം? HR വളരെ നല്ലൊരു വ്യക്തിയാണ്, 100% സൽസ്വഭാവി, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പിന്നെ തമാശയ്ക്ക് തമാശ, എല്ലാ കാര്യത്തിനും അടിപൊളിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചെറുപ്പക്കാരിയാണ്. ചെറുപ്പക്കാരി എന്ന് പറഞ്ഞാൽ My God, sentimental and psychological move. പലയിടത്തും കാണുന്ന HR പോലെയല്ല, കുട്ടിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല HR. HR ലീവൊക്കെ ചോദിക്കുമ്പോൾ തരാറുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ലീവ്, അത്യാവശ്യപ്പെട്ട ലീവുകൾ മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ലീവുകളൊക്കെ HR തരാറുണ്ട്. ഓക്കെ, HR-നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ട്രെൻഡ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, HR-ന് ഒരു സർപ്രൈസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ HR ഞെട്ടും. HR-നോടുള്ള കമ്പനിയുടെയും ഞങ്ങളുടെയും സ്നേഹം ഈ ട്രെൻഡിലൂടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. HR-നെ കുറിച്ചുള്ള അഭിപ്രായം? ഷാജി ഏട്ടാ, ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ട്രെൻഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ HR ആണല്ലോ ഈ ഓഫീസിന്റെ പവർ നൽകുന്നത്. HR ആണല്ലോ ഓഫീസിന്റെ ശക്തി. അപ്പൊ ഞാൻ എല്ലായിടത്തും എല്ലാ പ്ലഗിലും HR-നെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. വി ലവ് അവർ HR. HR-നോടുള്ള സ്നേഹം. We love our HR. HR is the powerhouse of our office. HR, we love HR. Siddharth, how much do you love our HR? This much? പെട്ടെന്ന് പറ. കൊള്ളാം. How much I love? Lot, അത് കണ്ടില്ലേ? It's bigger than that phone. കൊള്ളാം, നല്ല കോൺസെപ്റ്റ് കേട്ടോ. എനിക്ക് അത് ഇവിടെ വെക്കാവോ? ഞങ്ങൾ ഉപയോഗിച്ചോളാം. ഇതെല്ലാ ദിവസവും ഇവിടെ വെക്കാം. ഓക്കെ, അത് നല്ല കാര്യം. എല്ലാരും ഇവിടെ കുത്തുമ്പോ ആലോചിക്കണം, കറണ്ട് ബില്ല് കൂടി HR തെറി പറയും. അല്ല, ഇതെന്തോ സംഭവം എന്തോ? HR, do you love our office? Do you know what our employees did for you? Okay, open your eyes. എല്ലായിടത്തും ഇവിടുന്ന് കറണ്ട് ബില്ല് കൂടുമ്പോഴത്തേക്കും ആൾക്കാർ HR-നെ ഓർക്കണം. താങ്ക് യു സോ മച്ച്. എനിക്ക് ആക്ച്വലി സന്തോഷമായി. A few moments later. നിനക്ക് ഇനി ലീവ് വേണോ? അല്ലേ, തേഴ്സ്ഡേ തരാവേ. അയ്യോ HR, ഞാനിത് എന്തുകൊണ്ട് ചെയ്തു എന്നാ പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ചോദിക്കുമ്പോൾ ലീവ് തരാതിരിക്കുക, ഏർലി എക്സിറ്റ് ചോദിക്കുമ്പോൾ തരാതിരിക്കുക, ചായ കുടിക്കാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ തരാതിരിക്കുക. അല്ല, ഇങ്ങനൊന്നും HR ചെയ്യാറില്ല.
HR കണ്ണിലുണ്ണി. വല്ലപ്പോഴൊക്കെ റിജക്ട് ചെയ്യൂടാ അതൊക്കെ അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരാറല്ലേ ഉള്ളൂ അല്ലേ? HR ആരാണ്? HR കണ്ണിലുണ്ണിയാണ്. HR കണ്ണിലുണ്ണി. പാപ്പിച്ചായ പുതിയ പോക ഐഡിയ. Did you get shocked by seeing this? What is your reaction for this? ആ. ആ. ഇത് കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പേടിയാവുകയോ? ഇങ്ങനെ വെച്ച് എടാ മൂക്കിലെ കഴിക്കാണ്. പക്ഷെ ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് നന്ദി പറയാനുണ്ട്. താങ്ക് യു റോഹൻ മാണി സോ മച്ച് ആൻഡ് ദ ഇന്ത്യൻ പ്രൊഡക്ഷൻ ടീം. ഇത്ര നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചല്ലോ.